ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ലൂലാ എന്ന് പറഞ്ഞ് ആ പണി തന്നെ നിർത്തൽ ചെയ്തു. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, എല്ലാവരും മനസ്സിലാക്കിക്കോളൂ, ഞമ്മക്ക് പള്ളിയിൽ പോകരുത് എന്നുള്ളതിന് തെളിവെന്താണെന്നറിയോ? റസൂലുള്ളാഹിന്റെ വാക്കാണ്. ഏത് വാക്ക്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അത് അല്ലാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുത് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ഇമാം ശാഫിഈ തന്റെ ഇഖ്തിലാഫുൽ ഹദീസിലും കൊണ്ടുവരുന്നു. എന്നിട്ട് ശാഫി ഇമാം പറയാണ്, നല്ലോണം മനസ്സിലാക്കിയോളൂ, ചില ആൾക്കാരിങ്ങനെ ചോദിക്കും, എന്തെന്നറിയോ, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ എന്ത് അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? ശാഫി ഇമാം പറയാണ്, അതുകൊണ്ട് ഒറ്റ പള്ളിയിൽ നിന്നും തടയരുത് എന്നാണോ അതിന്റെ അർത്ഥം? ശാഫി ഇമാം പറഞ്ഞു, ഞാൻ എല്ലാ ഹദീസും പരിശോധിച്ചപ്പോ എനിക്ക് വ്യക്തമായി തടയരുത് എന്ന് പറഞ്ഞത് എല്ലാ പള്ളിയും അല്ല, മക്കയിലെ മസ്ജിദുൽ ഹറാമാകുന്ന പള്ളി, ആ പള്ളിയിലേക്ക് ഹജ്ജിന് പോവാൻ സമ്മതം ചോദിച്ചാൽ തടയരുത് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു. അപ്പൊ മനസ്സിലായി, മസ്ജിദുൽ ഹറാമിലേക്ക് തടയരുത് എന്ന് മാത്രമല്ല മറ്റു പള്ളികളിലേക്ക് സ്ത്രീകൾ ഫാത്തിമ ബീവി പോയില്ല. എന്നിട്ട് ശാഫി ഇമാം പറഞ്ഞു, പെണ്ണ് പള്ളിയിലേക്ക് പോകുന്നതിൽ വല്ല പുണ്യവും ഉണ്ടായിരുന്നുവെങ്കിൽ വലൗകാന ലഹുന്ന ഫദ്ലുൻ, വല്ല ശ്രേഷ്ഠതയും അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ പോകുമായിരുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ പെൺമക്കൾ പോകുമായിരുന്നു. പോയില്ല എന്ന് മാത്രമല്ല, മസ്ജിദുൽ ഹറാം തടയരുത്, മറ്റു പള്ളികൾ തടയണം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അർത്ഥമെന്ന് ഇമാം ശാഫിഈ വ്യക്തമായി തന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും വ്യക്തമായി പറഞ്ഞ ശാഫി ഇമാമിന്റെ പേരിൽ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് ഒരിക്കലും ശരിയല്ല. മുജാഹിദുകൾ ന്യായം പറയാൻ, ഇബാദത്തിൽ എന്ത് വ്യത്യാസം, ആരാധനയിൽ ലിംഗവ്യത്യാസം പാടുണ്ടോ? അതാ വലിയ ചോദ്യം. ഞാൻ പറയുന്നു, ലിംഗവ്യത്യാസം ആരാധനയിൽ ഇല്ല എന്നത് ആദ്യം കാണിച്ചു കൊടുക്കേണ്ടത് മുജാഹിദുകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ബാംഗ്ലൂരിൽ മുജാഹിദുകൾക്ക് പള്ളിയില്ലേ? ബാങ്ക് കൊടുക്കാറില്ലേ? പള്ളിയിൽ നിന്നും ബാങ്ക് ആരാധനയല്ലേ? ഇന്ന് വരെ മുജാഹിദുകൾ ഒരു പെണ്ണിന് ബാങ്ക് കൊടുക്കാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ട് ഇല്ല? ഇബാദത്തല്ലേ അത്? ഒരു പെണ്ണ് ഖുത്ബ ഓതിയിട്ടുണ്ടോ? എന്താ നിങ്ങൾ അവസരം കൊടുക്കാത്തത്? ആള് കൂടൂലേ? എന്തേ നിങ്ങൾക്ക് ഈ അവസരം കൊടുത്തുകൂടെ? നിങ്ങൾ നാളെ പെടണം. അള്ളാഹുവിന്റെ ദാസിയായ അടിമയല്ലേ? ഇബാദത്തിൽ എന്ത് വ്യത്യാസം? പെണ്ണ് ഖുത്ബ ഓതട്ടെ, പെണ്ണ് നിർവഹിക്കട്ടെ, ബാങ്ക് നല്ല രസമുണ്ടാവും. നിങ്ങൾ ബാങ്ക് ഒന്ന് പെണ്ണിനെ കൊണ്ട് കൊടുപ്പിക്കുക. മയ്യത്തിന്റെ കൂടെ നടക്കൽ ഇബാദത്തല്ലേ? പെണ്ണിനെ കൊണ്ടുപോകണം. നിങ്ങൾ എല്ലാ രംഗത്തും സമത്വം അത് നിങ്ങൾ ഏർപ്പെടുത്തണം. നിക്കാഹ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ നിക്കാഹ് എല്ലാ സ്ഥലത്തും പുതിയാപ്പള വരൻ വന്നിട്ട് വധുവിന്റെ പിതാവിനോട് പറയും, അല്ലെ, വധുവിന്റെ പെണ്ണിന്റെ വാപ്പ പിതാവ് വന്നിട്ട് പുതിയാപ്പള വരനോട് പറയാണ്, എന്റെ മകളെ എനിക്ക് ഞാൻ കെട്ടിച്ചു തന്നു, വിവാഹം ചെയ്തു തന്നു. അയാൾ പറയും, ഞാൻ സ്വീകരിച്ചു. ഞാൻ ചോദിക്കുന്നു, മുജാഹിദുകൾ സമത്വം ഏർപ്പെടുത്തണം. പെണ്ണ് ഇറങ്ങി വരട്ടെ, പറയട്ടെ, എന്നെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറയട്ടെ, സ്വീകരിക്കട്ടെ. പൊട്ടപ്പോയത്തമാണത്. ആരാധനയുടെ വിഷയം പഠിപ്പിക്കേണ്ടത് അല്ലാഹുവാൻ. എന്റെ സഹോദരങ്ങളെ, ഒന്നുകൂടി ഞാൻ പറയുന്നു, പള്ളി അല്ലാഹുവിന്റെ വീടാണ്. അള്ളാന്റെ വീട്ടിൽ ആര് വരണമെന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹുവാണ്. എന്റെ വീട്ടിൽ ആര് വരണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. അള്ളാന്റെ വീടാണ് പള്ളി. നിങ്ങൾ ഓതലില്ലേ, വഅന്നൽ മസാജിദ ലില്ലാഹ്, അല്ലാഹുവിന്റേതാണ് പള്ളി. ആ പള്ളിയിൽ ആര് വരണമെന്ന് അല്ലാഹ് പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ 108-ാമത്തെ ആയത്തെടുത്ത് നോക്ക്. ലമസ്ജിദുൻ നുസ്സിസ അലത് തഖ്വ മിൻ അവ്വൽ യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. നബിയേ, നിങ്ങൾ തഖ്വയുടെ മേലിൽ അടിത്തറയിടപ്പെട്ട പള്ളി, ആ പള്ളിയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ട പള്ളി. ആ പള്ളിയുടെ ലക്ഷണം എന്താണ്? ഫീഹി റിജാലുൻ, അവിടെ പുരുഷന്മാർ മാത്രമുള്ള പള്ളിയാണ്. സ്ത്രീകൾ എന്ന് ബോർഡ് എഴുതിയ പള്ളിയല്ല. അല്ലാഹ് വെറുതെ പറഞ്ഞതല്ല. അതേപോലെ സൂറത്തുൻ നൂറിന്റെ 136-ാമത്തെ ആയത്തെടുത്ത് നോക്ക്. റിജാലുല്ലാ തുൽഹീഹിം തിജാറ. അള്ളാന്റെ പള്ളിയെ കുറിച്ച് പറഞ്ഞപ്പോ ആ പള്ളിയിൽ ആരാണുള്ളത്? നല്ല പുരുഷന്മാരുണ്ട്, സ്ത്രീകളല്ല. അപ്പൊ പള്ളിയെ കുറിച്ച് പറഞ്ഞ രണ്ട് സ്ഥലത്ത്
സ്ഥലത്തും അല്ല പുരുഷന്മാരെന്ന് മാത്രം പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? ഇമാം റാസി എഴുതി, എന്റെ വകയിലല്ല. കാരണം സ്ത്രീകൾ സ്ത്രീകളല്ല, സ്ത്രീകൾ ജമാഅത്തിന് പോകേണ്ടവർ അല്ല. അതുകൊണ്ടാണ് പള്ളിയെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് പുരുഷന്മാരെ മാത്രം പറഞ്ഞത് എന്ന് ഇമാം റാസി. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞത് ഇമാം റാസി കണ്ടിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പെണ്ണ് പള്ളിയിൽ പോയത് ഇമാം റാസി കണ്ടിട്ടില്ലേ? ഷാഫി ഇമാം കണ്ടിട്ടില്ലേ? അവരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്കറിയാം അത് ആദ്യകാലത്തായിരുന്നു. സുഹൃത്തെ, ആദ്യകാലത്തുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ തെളിവല്ല. ആദ്യകാലത്ത് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നായകൾ വന്നിരുന്നു എന്നുണ്ട്. നിങ്ങൾ നായകളെ പള്ളിയിലേക്ക്